ആടുകളത്തിലൂടെയും അസുരനിലൂടെയും മികച്ച നടനുള്ള ദേശീയ അവാർഡ്. കോളിവുഡിൽ ഒതുങ്ങാതെ ബോളിവുഡിലേക്ക്, അവിടെ നിന്ന് ഹോളിവുഡിലേക്ക്. ഹോളിവുഡ് ചിത്രം ദ ഗ്രാമാനിൽ ക്രിസ് ഇവാൻസിന്റെയും റയാൻ ഗോസ്ലിംഗിനുമൊപ്പം സുപ്രധാന റോളിൽ ധനുഷ് എത്തിയപ്പോൾ ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ അതൊരു അഭിമാന നിമിഷമായി മാറി. ചെന്നുകയറിയിടത്തെല്ലാം തൻ്റെ പാദമുദ്ര പതിപ്പിച്ച വ്യക്തി. അഭിനയത്തിൽ മാത്രമായിരുന്നില്ല ധനുഷ് തൻ്റെ കഴിവ് തെളിയിച്ചത്. ലിറിസിസ്റ്റായി, ഗായകനായി, നിർമ്മാതാവായി, സംവിധായകനായി അവിടെയും വിജയം അയാളെ തേടിയെത്തി. ഇപ്പോഴിതാ തൻ്റെ ഏറ്റവും പുതിയ സിനിമയുമായി ധനുഷ് വീണ്ടും എത്തുകയാണ്. അതും വമ്പൻ സ്റ്റാർ കാസ്റ്റിൽ. തമിഴിൽ നിന്നല്ല, തെലുങ്കിൽ നിന്നാണ് ആ ചിത്രമെന്ന് മാത്രം. ദേശീയ അവാർഡ് ജേതാവ് ശേഖർ കമൂല എഴുതി സംവിധാനം ചെയ്ത കുബേര ജൂൺ 20-നാണ് തിയേറ്ററുകളിൽ എത്തുന്നത്. മലയാളികൾ എക്കാലവും ഏറെ ആസ്വദിച്ചിട്ടുള്ള ഹാപ്പി ഡേയ്സിൻ്റെ സംവിധായകനാണ് ശേഖർ കമൂല. തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം, ഹിന്ദി തുടങ്ങി 5 ഭാഷകളിലായാണ് ചിത്രം പ്രദർശനത്തിനെത്തുന്നത്. നാഗാർജുന, രശ്മിക മന്ദാന തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. ക്രൈം ഡ്രാമ യോണറിലെത്തുന്ന കുബേരയുടെ ട്രെയിലറിന് ഇതിനോടകം മികച്ച പ്രതികരണമാണ് ലഭിച്ചത്. ഭിക്ഷക്കാരനായാണ് ചിത്രത്തിൽ ധനുഷ് വേഷമിടുന്നത്. ധനുഷിന്റെ 2ാമത്തെ തെലുങ്ക് ചിത്രം കൂടിയാണ് കുബേര. ദുൽഖർ സൽമാന്റെ വേഫറർ ഫിലിംസ് ആണ് ചിത്രം കേരളത്തിൽ വിതരണത്തിനെത്തിക്കുന്നത്. താൻ എഴുതി സംവിധാനം ചെയ്ത രായനാണ് ധനുഷ് പ്രധാന വേഷത്തിലെത്തിയ അവസാന ചിത്രം. വേൾഡ് വൈഡായി ചിത്രം 154 കോടി രൂപ നേടിയെങ്കിലും ഭൂരിഭാഗം പ്രേക്ഷകരെയും ചിത്രം തൃപ്തിപ്പെടുത്തിയിരുന്നില്ല. അതിനു മുൻപ് പുറത്തിറങ്ങിയ ക്യാപ്റ്റൻ മില്ലറിനും അവസ്ഥ സമാനമായിരുന്നു. വേൾഡ് വൈഡായി 75 കോടി നേടിയ ചിത്രം മേക്കിംഗ് ക്വാളിറ്റി കൊണ്ട് പ്രശംസിക്കപ്പെട്ടെങ്കിലും മിക്സഡ് റിവ്യൂ ആയിരുന്നു പുറത്തു വന്നത്. രായന് ശേഷം യുവതാരങ്ങളെ അണിനിരത്തി ധനുഷ് സംവിധാനം ചെയ്ത നിലാവുക്കിയന്മേൽ എന്നടിക്കൊപ്പം എന്ന ചിത്രം തിയേറ്ററുകളിൽ അമ്പേ പരാജയമായി മാറി. ഇതിനിടെ പല വിവാദങ്ങളിലും താരത്തിന്റെ പേര് ഉയർന്നു വന്നിരുന്നു. നയൻതാരയുമായുള്ള പ്രശ്നമായിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. നയൻതാരയുടെ നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററിയിൽ ധനുഷ് നിർമ്മിച്ച നാനും റൗഡിദാനിന്റെ പിന്നാമ്പുറ ദൃശ്യങ്ങൾ ഉപയോഗിച്ചിരുന്നു. നയൻതാരയും വിജയ് സേതുപതിയും പ്രധാന വേഷത്തിലെത്തിയ ചിത്രം സംവിധാനം ചെയ്തത് നയൻസിന്റെ ഭർത്താവ് വിഘ്നേഷ് ശിവനായിരുന്നു. സിനിമയിലെ ദൃശ്യങ്ങൾ ഡോക്യുമെന്ററിയിൽ ഉപയോഗിക്കാൻ ധനുഷ് വിസമ്മതിച്ചപ്പോഴാണ് നയൻസ് മൊബൈലിലെടുത്ത ദൃശ്യങ്ങൾ ഉപയോഗപ്പെടുത്തിയത്. എന്നാൽ ഇതിനു പിന്നാലെ 10 കോടി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ധനുഷ് നയൻതാരയ്ക്ക് നോട്ടീസ് അയച്ചു. ഇതിനു പിന്നാലെ ധനുഷിനെതിരെ കുറിപ്പുമായി നയൻതാരയും രംഗത്തെത്തിയിരുന്നു. അന്ന് ധനുഷിനെതിരെയും നയൻതാരയ്ക്ക് പിന്തുണയുമായി സിനിമാ മേഖലയിൽ നിന്ന് ഒട്ടേറെ പേർ രംഗത്തെത്തുകയുണ്ടായി. കുബേരയുടെ പ്രീ റിലീസ് ഇവന്റിൽ നടത്തിയ പരാമർശവും ധനുഷിനെതിരെ വിമർശനമായി ഉയർന്നു വരുന്നുണ്ട്. നിങ്ങൾ 150 രൂപ സമ്പാദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 200 രൂപയുടെ പ്രശ്നമുണ്ടാകും. നിങ്ങൾ 1 കോടിയാണ് നേടുന്നതെങ്കിൽ 2 കോടിയുടെ പ്രശ്നങ്ങളുണ്ടാകും. ഇതായിരുന്നു ധനുഷിന്റെ പ്രസ്താവന. അവസാന സിനിമയുടെ പരാജയവും നേരിട്ട വിവാദങ്ങളുടെയും എല്ലാം ക്ഷീണം കുബേരയിലൂടെ ധനുഷ് തീർക്കുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. വരാനിരിക്കുന്ന ധനുഷ് സിനിമകളും വൻ പ്രതീക്ഷകൾ നൽകുന്നവയാണ്. അതിൽ ആദ്യത്തേത് ഇഡ്ലി കടയാണ്. ഒക്ടോബർ 1-ന് റിലീസ് പ്രഖ്യാപിച്ചിരിക്കുന്ന ചിത്രം എഴുതി സംവിധാനം ചെയ്യുന്നത് ധനുഷ് തന്നെയാണ്. GV പ്രകാശ് കുമാറാണ് ചിത്രത്തിന് സംഗീതമൊരുക്കുന്നത്. ഭാരി സെൽവരാജിന്റെ സംവിധാനത്തിലെത്തുന്ന ചിത്രവും ഏറെ പ്രതീക്ഷയോടെയാണ് ആരാധകർ കാത്തിരിക്കുന്നത്. ഇതിനു മുൻപ് ഇരുവരും ഒന്നിച്ച കർണൻ ഏറെ നിരൂപക പ്രശംസ ഏറ്റുവാങ്ങിയിരുന്നു. മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെ ജീവിതകഥ പറയുന്ന കലാം ദ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ ധനുഷിന്റെ പ്രോമിസിംഗ് പ്രൊജക്റ്റുകളിൽ ഒന്നാണ്. പ്രഭാസും സൈഫ് അലി ഖാനും പ്രധാന വേഷത്തിലെത്തിയ ആദിപുരുഷന്റെ സംവിധായകൻ ഓം റൌത്താണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. ഇവയ്ക്കെല്ലാം അപ്പുറം ആരാധകർ ഏറെ കാത്തിരിക്കുന്ന ചിത്രം വെട്രിമാറിന്റെ വടാച്ചെന്നൈയുടെ 2ാം ഭാഗമാണ്. 2018-ൽ പുറത്തിറങ്ങിയ കൾട്ട് ക്ലാസിക് ചിത്രത്തിനുള്ള ഫാൻ ഫോളോയിങ് വളരെ വലുതാണ്. ഓരോ വേദിയിലും ധനുഷും വെട്രിമാരനും എപ്പോഴും കേൾക്കുന്ന ചോദ്യങ്ങളിലൊന്നും ചിത്രത്തിന്റെ അപ്ഡേറ്റിനെ കുറിച്ചാണ്. കുബേരയുടെ ഓഡിയോ ലോഞ്ചിലും ആ ചോദ്യമുയർന്നപ്പോൾ അടുത്ത വർഷമെന്നായിരുന്നു ധനുഷിന്റെ മറുപടി. കുബേരയും പിന്നീടെത്തുന്ന സിനിമകളുടെ ഈ നീണ്ട ലിസ്റ്റും ധനുഷിന്റെ ഗംഭീര തിരിച്ചുവരവ് തന്നെ അടയാളപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കാം.